ഹായ് ഫ്രണ്ട്സ്, ഹോം ഗാലറിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി കിഴക്കമ്പലം ടൗണിൽ നിന്ന് അല്പം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു പോഷ് വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഇന്ന് നമ്മളുള്ളത്. 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2560 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു കണ്ടംപററി സ്റ്റൈൽ എലവേഷൻ തന്നെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 1.5 കിലോമീറ്ററും കിഴക്കമ്പലം മാർക്കറ്റിലേക്ക് 2 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9.5 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് വരുന്ന ദൂരം 15 കിലോമീറ്ററുമാണ്. ഈ വീട്ടിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഈ വീടിന്റെ വഴി സൗകര്യം. മെയിൻ റോഡ് മുതൽ നമ്മുടെ വീട്ടുമുറ്റം വരെ 2 വാഹനങ്ങൾ ഒരേ സമയം കടന്നു പോകുന്ന വീതിയിൽ തന്നെയാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ വീടിന്റെ ഡെഡ് എൻഡിൽ വരുന്ന ഒരു മനോഹരമായ ഒരു സീനറിയാണ് ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നത്. ഈവനിംഗ് ടൈമിലൊക്കെ ഗംഭീരമായ ഒരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് ഈ വീടിന്റെ മെയിൻ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. 2 വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള പാർക്കിംഗ് സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഗാർഡൻ വർക്കെല്ലാം ബിൽഡർ നൽകിയിട്ടുണ്ട്. കടപ്പാക്കലുകളും കോബിൾ സ്റ്റോൺസും മിക്സ് ചെയ്താണ് മുറ്റം മുഴുവനായി വിരിച്ചിരിക്കുന്നത്. വീടിന്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർവെള്ളം തന്നെയാണ്. കൂടാതെ KWA കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിനി നേരെ ഈ വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു ലിവിംഗ് ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഭിത്തി മുഴുവനായി തന്നെ നല്ല മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു TV യൂണിറ്റും നമുക്കിവിടെ കാണാം. ഡബിൾ ഹൈറ്റഡ് ഏരിയയ്ക്കാണ് ബിൽഡർ ലിവിംഗ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമുക്കിനി നേരെ ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി നമുക്കിവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങിമാരെ തന്നെ മൊറോക്കൻ ഡിസൈനിലുള്ള ടൈലൊക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വീടിന്റെ കിച്ചൺ ആണ്. ഓപ്പൺ കിച്ചൺ ഡിസൈനാണ് ബിൽഡറുടെ നൽകിയിരിക്കുന്നത്. മനോഹരമാക്കി തന്നെ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു അടുക്കള തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴ്ഭാഗത്തും മുകൾ ഭാഗത്തുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകൾ ബിൽഡർ നൽകിയിട്ടുണ്ട്. ലൈറ്റ് ബ്രൗൺ ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് ഇവിടെ കിച്ചൺ കബോർഡിന് കളർ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു ചിമ്മിണി കൂടി ബിൽഡർ കസ്റ്റമർക്കായി ഇവിടെ നൽകിയിട്ടുണ്ട്. കിച്ചണിനോട് തൊട്ട് ചേർന്ന് തന്നെ വർക്ക് ഏരിയക്കായിട്ടുള്ള സ്പേസും ഇവിടെ വിട്ടിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 11 അടിയോളം നീളത്തിൽ മനോഹരമായി തന്നെ സീലിംഗ് വർക്കൊക്കെ കൊടുത്തൊരു ബെഡ്റൂമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ സ്ലൈഡിംഗ് ഡോറുകൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും നമുക്കിവിടെ കാണാം. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി ഡ്രസ്സിംഗ് യൂണിറ്റും നമുക്കിവിടെ കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നേരത്തെ കണ്ടതുപോലെ തന്നെ 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ റൂം നിർമ്മിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിലെ വിശേഷങ്ങൾ പൂർത്തിയാക്കിയ ശേഷം നമുക്കിനി ഈ വീടിന്റെ 1ാമത്തെ നിലയിലേക്കൊന്ന് കടന്നു ചെല്ലാം. 1ാം നിലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആദ്യമായി കാണുന്നത് ഈ വീടിന്റെ വിശാലമായ ഒരു അപ്പർ ലിവിംഗ് ഏരിയ തന്നെയാണ്. TV യൂണിറ്റെല്ലാം നല്ല ഭംഗിയാക്കി തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയുടെ മറ്റൊരു ഭാഗത്തായി ഒരു സ്റ്റഡി ടേബിളോ അല്ലെങ്കിൽ ഒരു വർക്ക് സ്പേസായി യൂസ് ചെയ്യാവുന്ന രീതിയിൽ കബോർഡ് വർക്കൊക്കെ കൊടുത്ത് ഒരു ടേബിൾ നമുക്കിവിടെ കാണാവുന്നതാണ്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ. അത്യാവശ്യം വലിപ്പമുള്ള യൂട്ടിലിറ്റി ഏരിയ ഇവിടെ നമുക്ക് കാണാം. കൂടാതെ വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 11 അടിയോളം വലിപ്പം വരുന്ന ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. 3 പോർഷനുകളായി കൊടുത്തിരിക്കുന്ന ഒരു വാർഡ്രോബാണ് ഈ റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഈ റൂമിലും കൊടുത്തിരിക്കുന്നത്. മുഴുവനായി ജാഗ്വർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 13 അടിയോളം നീളം വരുന്ന ഏറ്റവും വലിയ ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 2 പോർഷനുകളായി തിരിച്ച ഒരു വാർഡ്രോബും ഇവിടെ കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ റൂമും നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ അവസാന ഭാഗമായ മെയിൻ ബാൽക്കണിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. അല്പം നീളമേറിയൊരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 6 അടിയോളം വീതിയിലാണ് ഈ ബാൽക്കണി നിർമ്മിച്ചിരിക്കുന്നതും. ഈ മനോഹരമായ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. കാക്കനാടിനോടടുത്ത് 2020 പഞ്ചായത്തിൽ 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2560 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,10,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് നേരിൽ കാണാനായോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായോ നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.